ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ ഡെറിവേഷൻസ് എല്ലാമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഒരു ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെറിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വളരെ ചെറിയൊരു ഡെറിവേഷനാണ്. അതായത് ലീനിയർ വെലോസിറ്റി നമുക്കറിയാം, എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, വി എന്നല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ എന്താണ് ആംഗുലർ വെലോസിറ്റി? ആംഗുലർ വെലോസിറ്റി നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് ലാസ്റ്റ് വീഡിയോയിൽ. എന്തായിരുന്നു അത്? ഒമേഗ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒരു മൂവിങ് ആയിട്ടുള്ളൊരു, അതായത് സർക്കുലറായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ സർക്കംഫറൻസിലൂടെ മൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ റേഡിയസ് ആണ്. ഇനി സ്പീഡ് v ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് പൊസിഷൻ വെക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ആർ അതുപോലെ തന്നെ r' എന്ന് പറയുന്നതാണ് രണ്ട് പൊസിഷൻ വെക്ടേഴ്സ്. ഇനി വി ഡാഷ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസ്. അപ്പോൾ വി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊസിഷൻ വെക്ടറാണ് ആർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊസിഷൻ വെക്ടറാണ് r' എന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പി ഡാഷ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഡയഗ്രത്തിൽ ഇവിടെ കാണാൻ കഴിയും പി ഡാഷ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ്. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ആർക്ക് നമുക്കിവിടെ കാണാൻ കഴിയും അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഡെൽറ്റ ആർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഈ ആർക്കിനെ നമ്മൾ വളരെ ചെറിയൊരു ഏരിയയാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ആർക്കിനെ നമ്മൾ ഡെൽറ്റ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ ഒരു ആംഗിളാണ് ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡയഗ്രത്തിനകത്ത് വരയ്ക്കുക, അതുപോലെ തന്നെ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക. വളരെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആംഗിൾ ഡെൽറ്റ തീറ്റ ഉണ്ടായിരിക്കണം. പി ഡാഷ് എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ്, അതിലേക്ക് ഉണ്ടാവുന്ന പൊസിഷൻ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? r' ആണ്. അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റീസ് v ആൻഡ് v' ആണ്. ഇത്രയും കാര്യങ്ങൾ വിത്ത് ഡയറക്ഷൻ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ, അതായത് വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷനാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിവിടെ നിന്ന് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ആംഗിൾ എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ തീറ്റയാണ് ഇവിടുത്തെ ആംഗിൾ. അപ്പോൾ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആർക്ക് ബൈ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആർക്ക് എടുത്തിട്ടുള്ളത് എത്രയാണ് നോക്കി നോക്കൂ. യെസ്, ദാറ്റ് ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ റേഡിയസ് എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് ആർ. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. സോ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് ഈ ഡെൽറ്റ ആറിൻ്റെ ഡിസ്റ്റൻസ് കാണാമല്ലോ, അതായത് ഡെൽറ്റ ആർ എത്രയാണെന്ന് കാണാമല്ലോ. അതെങ്ങനെ കാണാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ ഡെൽറ്റ ആർ വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് കിട്ടി. ഇനി ലീനിയർ വെലോസിറ്റി എങ്ങനെ കാണാൻ പറ്റുക? അതായത് ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? v is equal to ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ ആറിന് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. അപ്പോൾ ഡെൽറ്റ ആറിന് പകരം, അതായത് ലീനിയർ വെലോസിറ്റി v is equal to ഡെൽറ്റ ആറിന് പകരം r ഡെൽറ്റ തീറ്റ എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു ടേം കാണാനില്ലേ. അതായത് ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, അതായത് ആംഗുലർ വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? അതൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? v is equal to r ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി അല്ലേ. ഇതാണ് റിലേഷൻ കണക്റ്റിംഗ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി. അതായത് v എന്ന് പറയുന്നത് അവിടുത്തെ ലീനിയർ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു r ഒമേഗ. ഒമേഗ എന്ന് പറയുന്നതാണ് എന്ത്? ആംഗുലർ വെലോസിറ്റി. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെറിവേഷനാണ് വിത്തിൻ 2-3 സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആംഗുലർ ആക്സിലറേഷൻ. നമുക്ക് ആംഗുലർ ആക്സിലറേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ആംഗുലാർ വെലോസിറ്റി ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റിയാണ് നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ആക്സിലറേഷൻ കാണാൻ ആംഗുലാർ ആക്സിലറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ എന്നാണ്. അതായത് ആൽഫ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? ഡി ഒമേഗ ബൈ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഇനി ഒമേഗയ്ക്ക് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? യെസ്, ഡി തീറ്റ ബൈ ഡി ടി ആണ്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? ഒമേഗ ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ടി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ഒമേഗ ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ എങ്ങനെ പറയാം? ആൽഫ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? അതായത് യൂണിഫോം സർക്കുലർ മോഷനിൽ ഉണ്ടാവുന്ന ആക്സിലറേഷനാണ്. അതായത് ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ എക്സ്പീരിയൻസസ് ആൻ ആക്സിലറേഷൻ. നമുക്കറിയാം അല്ലേ, ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിലും എന്തിനു സംഭവിക്കുന്നുണ്ട്? അതിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ ഡയറക്ഷന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. സോ വിച്ച് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ എലോങ് ഇറ്റ്സ് റേഡിയസ്. അതായത് അതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ ബോഡി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ എക്സ്പീരിയൻസസ് എൻ ആക്സിലറേഷൻ which is directed towards the center along its radius. This is called centripetal acceleration. Okay, അടുത്തത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഒരു സർക്കുലർ മോഷനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദ വെലോസിറ്റീസ് ആർ വി ആൻഡ് വി ഡാഷ്. പി ആൻഡ് പി ഡാഷ് എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന വെക്ടേഴ്സാണ്, അതായത് പൊസിഷൻ വെക്ടേഴ്സാണ് ആർ ആൻഡ് ആർ ഡാഷ്. അതുപോലെ തന്നെ ഡെൽറ്റ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഡെൽറ്റ ആർ ആണ് ആർക്കിൻ്റെ റേഡിയസ് വരുന്നത്. ഓക്കെ, ആർക്ക് വരുന്നത് റേഡിയസ് ഈസ് ആർ ആൻഡ് ലെങ്ത് ഓഫ് ദ ആർക്ക് ഈസ് ഡെൽറ്റ ആർ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ വെലോസിറ്റി വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു വെലോസിറ്റി അത് എങ്ങോട്ടായിരിക്കും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? എലോങ് ഇറ്റ്സ് റേഡിയസ് ആണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ വെക്ടേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാം. അതായത് വി വി ഡാഷ് എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്, ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എൻ ആംഗിൾ ഡെൽറ്റ തീറ്റ. അപ്പോൾ ഈ ഡയഗ്രാം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നേരത്തെ പഠിച്ച ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ അതിൽ ഈ വെലോസിറ്റിയുടെ വെക്ടേഴ്സ് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. അതായത് ട്രയാങ്കിൾ സി പി പി ഡാഷ്, നമ്മൾ കണ്ടിട്ടുള്ള വലിയ ട്രയാങ്കിൾ സി പി പി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇവിടെ തന്നിട്ടുള്ള വെലോസിറ്റി വെക്ടേഴ്സ്, അതായത് വിയും വി ഡാഷും വെച്ചുകൊണ്ടുള്ള ട്രയാങ്കിളും ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. അവ രണ്ടും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവയെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? അതായത് റേഷ്യോ ഓഫ് ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് ഒന്ന് കണ്ടു നോക്കൂ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ റേഷ്യോ ഓഫ് ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ അതർ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോ എങ്ങനെ കാണാം? ബേസ് ലെങ്ത് എന്താണ് വരുന്നത്? ഡെൽറ്റ വി. അതുപോലെ തന്നെ സൈഡ് ലെങ്ത് എന്താണ്? വി ആണ് അല്ലേ? സോ റേഷ്യോ ഓഫ് ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് എന്ത് കിട്ടും? ഡെൽറ്റ വി ബൈ വി എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. അതായത് സി പി പി ഡാഷ് എന്ന് പറയുന്നതിൽ നിന്ന് എന്താണ് ബേസ് ലെങ്ത് വരുന്നത് നോക്കി നോക്കൂ. യെസ്, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ആർ ആണ് ബേസ് ലെങ്ത് ഡിവൈഡ് ബൈ സൈഡ് ലെങ്ത് ഈസ് ആർ. സോ ഡെൽറ്റ വി ബൈ വി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതാം. നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ വി എങ്ങനെ കാണാൻ പറ്റും? അതായത് ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ഡെൽറ്റ വി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് ഡെൽറ്റ വി എങ്ങനെ കിട്ടും നോക്കി നോക്കൂ. എന്താ കിട്ടുന്നത്? വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് കിട്ടി. ഇനി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നതാണ് എന്ത്? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റും? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു
ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. ഓക്കെ, അതായത് ഡെൽറ്റ വിക്ക് പകരം നമ്മൾ വി ഡെൽറ്റ ആർ ബൈ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി ഡെൽറ്റ ആർ ബൈ ആർ ഡെൽറ്റ ടി എന്ന് കിട്ടി. ഇനി ഈ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ലീനിയർ വെലോസിറ്റിക്ക് ഈക്വൽ അല്ലേ? സോ അതവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വി ബൈ ആർ ഇൻറ്റു വി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. സോ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അതായത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ആറാണ് സർക്കുലർ റേഡിയസ്. ദെൻ അങ്ങനെയാണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം അല്ലേ? ഇനി വി എന്ന് പറഞ്ഞാൽ ആർ ഒമേഗയാണല്ലോ. സോ അതിന് പകരം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിക്ക് പകരം ആർ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എ സി ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് വരും അല്ലേ? അതിൽ ആറും ആറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും നോക്കി നോക്കൂ. എ സി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ എന്ന് കിട്ടി. ഇനി അതല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എ സി ഈസ് ഈക്വൽ ടു വി ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ആ രണ്ട് റിലേഷനൊന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഇതൊരു ന്യൂമറിക്കലാണ്. ക്വസ്റ്റ്യൻ ഈസ് an insect trapped in a circular groove of radius 12 cm moving along the groove steadily and completes 7 revolutions in 100 seconds. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഇൻസെക്റ്റിൻ്റെ കേസാണ് അല്ലേ? അതൊരു സർക്കുലർ ഗ്രൂവിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റേഡിയസ് 12 cm ആണ്. മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഗ്രൂവിൽ സ്റ്റഡിലി മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 7 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം 100 seconds ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ ആംഗുലാർ സ്പീഡ് ആൻഡ് ദ ലീനിയർ സ്പീഡ് ഓഫ് ദ മോഷൻ. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ ആംഗുലാർ സ്പീഡും അതുപോലെ തന്നെ ലീനിയർ സ്പീഡും കാണണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ? വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? അതായത് ആക്സിലറേഷൻ വെക്റ്റർ ഒരു കോൺസ്റ്റൻ്റ് ആണോ, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? 7 റെവല്യൂഷൻസിന് എടുക്കുന്ന ടൈം എത്രയാണ്? 100 seconds ആണ്. അപ്പോൾ നമുക്ക് ടൈം പീരീഡ് കാണാമല്ലോ. അതായത് ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈം എങ്ങനെ കാണാം? അതായത് 7 റെവല്യൂഷൻസിന് 100 seconds ആണെങ്കിൽ ഒരു റെവല്യൂഷൻ എത്രയായിരിക്കും? ടി വിൽ ബി ഈക്വൽ ടു 100/7 seconds. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. നമുക്ക് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ടി ഈസ് ഈക്വൽ ടു 100/7 seconds എന്ന് എഴുതാം. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ എന്താണ്? ആംഗുലാർ സ്പീഡും ലീനിയർ സ്പീഡും ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആംഗുലാർ സ്പീഡ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി നമ്മൾ എങ്ങനെ കാണുക? ഒമേഗ ഈക്വൽ ടു 2π/t. 2-3 ഇക്വേഷൻസ് പഠിച്ചിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ന്യൂമറിക്കിൽ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പം ഏതാണ്? ഒമേഗ ഈക്വൽ ടു 2π/t എന്ന് കാണാം. ഓക്കെ, അപ്പോൾ 2π/tയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100/7. അപ്പോൾ എന്താ കിട്ടുക? 2π × 7 / 100 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 0.44 radians/second ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ് ലീനിയർ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? ലീനിയർ സ്പീഡ് അതായത് വി ലീനിയർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ ആണ് അല്ലേ? സോ ഒമേഗ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 0.44 ആണ്. ദെൻ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 12 cm ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? യെസ്, 0.12 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നത്? ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.44 ഇൻറ്റു 0.12 ആണ്. സോ ദ ആൻസർ ഈസ് 5.3 ഇൻറ്റു 10⁻⁻² m/s. ക്ലിയർ? അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കലാണ്. അതിൻ്റെ അടുത്ത പാർട്ടിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ? വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? അപ്പോൾ ആക്സിലറേഷൻ വെക്ടറിനെ കുറിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. അതായത് ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കാണാൻ പറ്റുക? അതൊരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർക്കിളിന് വരയ്ക്കുന്ന ടാൻജൻറ്റ് അറ്റ് എവറി പോയിൻ്റ് ആയിരിക്കും എന്ത് തരുന്നത്? വെലോസിറ്റി തരുന്നത് അല്ലേ? അപ്പോൾ ഓരോ പോയിന്റിലും ഉണ്ടാവുന്ന ടാൻജൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി വെക്ടർ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക? സർക്കിളിൻ്റെ കേസിൽ ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. അപ്പോൾ ആക്സിലറേഷൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സെൻറ്റർ ഓഫ് ദ സർക്കിളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും?
that will not be a constant. അതായത് the direction of velocity v is along the tangent to the circle at every point. Okay, the acceleration is directed towards the center of the circle. Since this direction changes continuously, acceleration is not a constant vector. അതുകൊണ്ട് എന്തായിരിക്കില്ല, ആക്സിലറേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ ആയിരിക്കില്ല. അപ്പോൾ അവിടെ ഓർത്തിരിക്കുന്നത് എന്താണ്, ഓരോ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഈസ് ഓൾസോ വാരിയിങ്. ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ആക്സിലറേഷൻ്റെ വാല്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ആംഗുലാർ ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ ആണ് അല്ലേ. സോ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആറിൽ ഒമേഗയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 0.44 ആണ്. ഓക്കെ, ദെൻ ആറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? യെസ് 0.12 ആണ്. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then a will be equal to omega square r, that is equal to 0.44 the whole square into 0.12. എത്രയാണ് കിട്ടുന്നത്? യെസ് 2.3 into 10⁻²മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വാല്യൂ. ക്ലിയർ? അപ്പോൾ ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.